പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അമ്മയുടെ ബഹുമാനാർത്ഥം ദൈവമഹത്വത്തിന് വേണ്ടി, നമ്മുടെയൊക്കെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നല്ല ജീവിതത്തിന് വേണ്ടി നാം ഇന്ന് ഉയർത്താൻ പോകുന്ന ഈ പതാക പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എല്ലാം ഭംഗിയായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ നാം പങ്കുചേരുന്നു. എഴുതിയ സുവിശേഷം മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ജീവിതത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും. അവിടുന്ന് തന്റെ ഉള്ളം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ദൈവ വചനമാണ് നാം കേട്ടത്. പ്രിയ സഹോദരങ്ങളെ, അടുത്തതായി തിരുതെളിയിക്കൽ കർമ്മമാണ്. രാജരച്ചൻ തിരുതെളിയിച്ചു കഴിഞ്ഞാൽ ആ ദൈവനാമത്തിൽ നിന്ന് എല്ലാവരും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരികൾ കത്തിച്ചെടുക്കണം. വികാരി അച്ഛനെ തിരുതെളിയിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും എൻ്റെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ഞാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും കന്യാമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമനുസരിച്ച് ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, നമ്മുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരു സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുസഭയെയും മാർപ്പാപ്പയെയും അഖില ലോക മുഴുവനുമുള്ള മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് പരിസമറിയത്തിൻ്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. എല്ലാവരും കൂടെ
സ്ത്രീകളുടെ അനുഗ്രഹങ്ങളാകുന്നു അദ്ദേഹത്തെ ഫലമായ ഈശോ അനുഗ്രഹങ്ങളാകുന്നു. പരിശുദ്ധമായ കന്യാമറിയമേ, പാപികളായ വേണ്ടി ഇപ്പോൾ സമയത്തും നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി, രൂപതയിലുള്ള എല്ലാ ഇടവക അംഗങ്ങൾക്കും വേണ്ടി, നമ്മുടെ സമുദായ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തുവാൻ ദൈവകൃപ ധാരാളമായി ലഭിക്കണമേ എന്നുള്ള പ്രത്യാശയോടുകൂടെ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിപാലനമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധമായുള്ള ബഹുമാനത്തിനും ഭക്തിയിലും വളർന്നതിനായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദയാപൂർവം ആശീർവദിക്കണമേ. ഞങ്ങൾ ആത്മീയവും ഭൗമ്യമായ വളർച്ചയ്ക്ക് ഈ തിരുനാൾ കാരണമാകട്ടെ. ഞങ്ങൾ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും അങ്ങനെ തിരുസന്നത്തിൽ എത്തിച്ചേരുവാനും അനുഗ്രഹം നൽകണമേ. തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിദ്ധിമാരെയും അവരുടെ സമൂഹത്തെയും സ്നേഹസമൂഹത്തെയും അവരുടെ ഭാരവാഹികളെയും ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങളെയും അവരുടെ ട്രസ്റ്റികളെയും ഇവിടെ പ്രവർത്തിക്കുന്ന വൈദികരെയും സന്യസ്തരെയും ഞങ്ങളുടെ സ്കൂളിനെയും അവിടുത്തെ അധ്യാപകന്മാരെയും കുട്ടികളെയും പരിശ്രമേ അനുഗ്രഹിക്കണമേ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തുമ്പോളയുടെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ യുവാക്കളാണ്. എല്ലാ യുവാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വരുന്ന ഞായറാഴ്ച 5000 യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമുദായ ദിനത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടിയേറ്റ കർമ്മം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വൈദികൻ കുടിമരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും കത്തിച്ച തിരികൾ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ച തിരികൾ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ആകാശങ്ങളിലേക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. പരിശുദ്ധ മാതാവിന്റെ പ്രത്യേക ആദ്യസഹായമം അപേക്ഷിക്കാം. നമുക്കെല്ലാവർക്കും ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഈ കൊടിയേറ്റ കർമ്മം നിർവഹിക്കാം. എല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ മഹത്വം.
സഹോദരങ്ങളെ, നല്ല അന്തരീക്ഷം, നല്ല സന്തോഷം, ആഘോഷത്തിന്റെ ദിവസങ്ങൾ എല്ലാവരെയും കൊടിമരത്തിൽ ചുവട്ടിൽ നിന്ന് എല്ലാവരെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ തിരുനാൾ ദിവസങ്ങളൊക്കെ വലിയ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും ആഘോഷമായ ദീപലിയാണ് എല്ലാവരെയും പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കാനുള്ള കുർബാനയിലേക്ക്